അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തുൽ ബഖറയിലെ 104-ാമത്തെ ആയത്തായ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലു റാഇന വഖൂലു ഉൻദുർനാ വസ്മഉ വലിൽ കാഫിരീന അദാബുൻ അലീം എന്ന ആയത്തിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട ഏതാനും ആയത്തുകളാണ് നമ്മൾ പഠിച്ചു വന്നിരുന്നത്. ഈ ആയത്തിൽ സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആയത്താണ്. അതുകൊണ്ട് അവർ റാഇന എന്ന് പറയരുത്, പറയേണ്ടത് ഉൻദുർന ഇസ്മഉ എന്നാണ് പറയേണ്ടത് എന്നാണ് ഈ ആയത്തിലെ കൽപ്പന. അപ്പോൾ ഈ കൽപ്പനക്ക് നമ്മളെങ്ങനെയാണ് മറുപടി പറയേണ്ടത് എന്നതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ വിശദീകരണത്തിൽ വന്ന ഒരു ആയത്താണ് ആമന റസൂൽ. അപ്പോൾ പിന്നെ സ്വാഭാവികമായും നമ്മൾ ഒരുപാട് ഫളായിലുകൾ, പ്രത്യേകതകളുള്ള നമ്മളെ ഒരു ദിവസത്തെ ജീവിതത്തിൽ നമ്മൾ നിർബന്ധമായും നമ്മൾ പാരായണം ചെയ്തിരിക്കേണ്ട ഒരു ആയത്ത് എന്ന നിലക്ക് അതിനെക്കുറിച്ചൊന്ന് പഠിക്കാം എന്ന ഒരു തീരുമാനത്തിലാണ് നമ്മൾ ആമന റസൂൽ പഠിക്കാൻ തിരഞ്ഞെടുത്തത്. അതിൽ ആ ആയത്തിൽ ഈ നമ്മൾ പഠിക്കുന്ന അൽ ബഖറയിലെ ലാ തഖൂലു റാഇന എന്ന് പറഞ്ഞ വിഷയം നിങ്ങൾ പറയേണ്ടത് ഉൻദുർന ഇസ്മഅന എന്ന് പറഞ്ഞ ആ ഒരു കൽപ്പനയുടെ ഒരു മറുപടി ഇതിലുണ്ട്, ഈ ആയത്തിലുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പാരായണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മളത് ഓതുമ്പം മനപ്പാടമുള്ളത് പലപ്പോഴും നമ്മൾ സ്പീഡിൽ ഓതിപ്പോവും. അപ്പോൾ അങ്ങനെ ഓതരുത്. നമ്മൾ അർത്ഥം മനസ്സിലാക്കി ആയിരിക്കണം അത് ഓതേണ്ടത്. അത് ഓതുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പാരായണ നിയമങ്ങൾ, അക്ഷരങ്ങളുടെ മഖ്റജുകളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്ക് പറയേണ്ടത് പെട്ടെന്ന് ഈ ആയത്തിൻ്റെ അർത്ഥം നമുക്ക് പറയണം. അർത്ഥം പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് തൊട്ടടുത്ത അൽ ബഖറയിൽ ആയത്ത് പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് ആമന റസൂലിൻ്റെ അർത്ഥം കൂടുതൽ വിശദീകരണം ഇല്ലാതെ പെട്ടെന്ന് പറയുകയാണ്. ഇതിൻ്റെ പല കാര്യങ്ങളും വിശദീകരിക്കേണ്ട, ആമന റസൂലിൽ വിശദീകരിക്കേണ്ട പല കാര്യങ്ങളും അതിൻ്റെ ഫളായിലുകൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിലെ ഫളായിലുകൾ നമ്മൾ എണ്ണി പറഞ്ഞല്ലോ. അപ്പോൾ പറഞ്ഞപ്പം ആ ഫളായിലുകളിൽ നമ്മൾ ഇതിൻ്റെ ഈ ആയത്തിൻ്റെ കണ്ടൻറ്റ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായിരുന്നു പലപ്പോഴും നമ്മൾ പറഞ്ഞ ഫളായിലുകൾ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഏതായിരുന്നാലും ഒന്നുകൂടി ആമന റസൂൽ ഒന്ന് ഓതിയിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഓതിക്കോളി ആമന റസൂൽ. എല്ലാവരും കണ്ടില്ലേ? മറച്ചു വെക്കുക, ഓതുക. وقالوا سمعنا وأطعنا
ഞാൻ അർത്ഥം പറയാം, നിങ്ങൾ ഖുർആനിൽ കൈവെക്കുക. നമ്മൾ ഖുർആനിൽ നമുക്ക് നോക്കിയാൽ പിന്നെ മനസ്സിലാവണം, നമ്മൾ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് മനസ്സിലാണ്. ഓരോ വാക്കിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഖുർആനിൽ നമ്മൾ നോക്കിയാൽ പരിഭാഷ അല്ലാതെ തന്നെ ഖുർആനിൽ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാകുന്ന രൂപത്തിൽ നമുക്ക് അത് ഗ്രഹിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ഓതുന്ന സമയത്ത് നമ്മളെ മനസ്സിലേക്ക് അതിൻ്റെ ആശയം കടന്നു വരുള്ളൂ. ഇങ്ങനെ മുമ്പ് ഞാനൊരു കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ അള്ളാഹു ചില കാര്യങ്ങൾ കബൂലാക്കൂല. വളരെ ഗൗരവമുള്ള വിഷയമാട്ടോ. അള്ളാഹു ചില കാര്യങ്ങൾ കബൂലാക്കൂല, സ്വീകരിക്കൂല. അത് സ്വീകരിക്കാത്ത ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കൽബ് ഗാഫിലായ ലാഹായ കൽബ് ഗാഫിലിൻ ലാഹിൻ, അതായത് ബോധമില്ലാതെ അറിയാതെ അശ്രദ്ധമായി പറയുന്ന ഒരു കാര്യവും അല്ലാഹു എന്താവില്ല, സ്വീകരിക്കില്ല, കബൂലാക്കൂല. നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞ് ആദത്തായിട്ട് പലതും മാറുകയാണ്. ഇപ്പം നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് എത്ര തവണ പറയും? 10 തവണ. 2 രൂപമാണ്. 2 രൂപ. ഒന്ന് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. അപ്പോൾ എത്രയായി? 99ആയി. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു പറഞ്ഞ് 100 തേക്കുക. ഇനി ഒരാൾ വേറെ അതിൻ്റെ രൂപമാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 10 തവണ പറയാം. ഇല്ലല്ല, അത് ഇത്രയും അത് വേറെ, അത് പ്രാർത്ഥന വേറെ. ഇത് എത്ര തവണ പറയാം? 10. അത് ലാഹുൽ വലാഖത്ത് വേറെ ഉണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 10 തവണ പറയാം. ഞാനിത് പറഞ്ഞതാണെന്ന് വെച്ചാൽ എൻ്റെ അത് പറയാനല്ല പറഞ്ഞത്, മറിച്ച് പിന്നെ ഒരു അശ്രദ്ധമായിക്കൊണ്ട് നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ, അല്ലാഹുവേ നിനക്കാണ്, നീ എത്ര പരിശുദ്ധനാണ്, നീ അല്ലാതെ ആരാധ്യനില്ല, നിനക്കാണ് സർവസ്തുതിയും, നീ എത്ര മഹാനാണ്. ഈ ഒരാശയം നമ്മുടെ മനസ്സിൽ നിലനിന്നുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് പറയേണ്ടത്. അപ്പോൾ നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ ലോകരക്ഷിതാവായ അല്ലാഹു നിനക്കാണ് സർവസ്തുതിയും എന്ന ഒരു ആശയം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ വെറുതെ അശ്രദ്ധമായ ഒരു വെറുതെ ഇങ്ങനെ ഒരു ചടങ്ങായിട്ട് അങ്ങനെ നമ്മൾ പറഞ്ഞു പോകണം. അപ്പോൾ സുബ്ഹാനല്ലാഹ് 33 വട്ടം പറഞ്ഞു, അൽഹംദുലില്ലാഹ് 33 വട്ടം പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അല്ലാഹു സ്വീകരിക്കൂല. എന്താപ്പം ഇനി ഞാൻ പറയാ? അപ്പം അത് വട്ടപൂജ എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. വട്ടപൂജ എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതിലെന്താ സംശയം? അതല്ലേ നമ്മുടെ ദഅവത്ത് ശക്തമാക്കണം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കണം, എന്നിട്ട് പ്രവർത്തനം ശക്തമാക്കണം, ദഅവത്ത് ശക്തമാക്കണം എന്ന് നമ്മൾ പറയാനുള്ള കാരണം അതല്ലേ? ദഅവത്ത് ശക്തമാക്കണം, ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. ഇത് ഇങ്ങനെ മരണപ്പെട്ടു പോണത് നമ്മളെ ബാപ്പാരും നമ്മളെ അമ്മമാരും നമ്മളെ അമ്മായികളും നമ്മളെ മൂത്തമ്മാരും എളാമാരും അമ്മോമാരും കുടുംബത്തിലെ ആൾക്കാരും എളാപ്പ മുത്താപ്പ മക്കളൊക്കെ തന്നെയാണ്, വേറെ ആരുമല്ല. അവർ മരിച്ചു എന്ന് പറഞ്ഞാൽ വെറുതെ കണ്ണീര് പൊട്ടിയിട്ടൊന്നും കാര്യമില്ല. കഴിഞ്ഞു തീർന്നു എന്ന് പറയുമ്പോൾ സങ്കടപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. എൻ്റെ വാപ്പ ചെറുപ്പത്തിലേ മരിച്ചുപോയി, അപ്പം എന്നെ നോക്കിയത് എൻ്റെ അമ്മോനാണ്, വാപ്പാൻ്റെ സ്ഥാനത്ത് അമ്മോനാണ്, ആ അമ്മോനാണ് പിന്നെ മരണപ്പെട്ടത് എന്നാണ് കരണ്ട് കാര്യമില്ല. ആ അമ്മോന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഈ ആശയം നമ്മൾ എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അത് എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എത്തിച്ചു കൊടുക്കാത്ത ഒരാളെ ആ അമ്മോൻ്റെ മരണത്തിൽ കുറേ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, സങ്കടപ്പെട്ടൊന്നും കാര്യമില്ല. നമ്മളത് പറഞ്ഞു കൊടുത്തോ എത്തിച്ചു കൊടുത്തോ, ഹിദായത്ത് കൊടുക്കൽ പഠിച്ചോനാട്ടാ, നമ്മളെക്കൂടെ കൊടുക്കാൻ കഴിയില്ല. പക്ഷെ പറഞ്ഞു കൊടുക്കൽ നമ്മളെ ബാധ്യതയാണ്, നിർബന്ധമായ ബാധ്യതയാണ് എത്തിച്ചു കൊടുക്കൽ.
ചോദ്യം ചെയ്യപ്പെടും. ഫദുക്കുർ റബ്ബക്ക വദുക്കുർ റബ്ബക്ക ഫി നഫ്സിക. റബ്ബിനെ ദിക്ർ പറയേണ്ടത് മനസ്സ് തട്ടി പറയണം. മനസ്സ് തട്ടി പറയലെപ്പോഴാണ്? ആ ബോധം ഉണ്ടാവുമ്പോഴേ മനസ്സ് തട്ടി പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ബാക്കി എന്താ അറിയോ? അതിൻ്റെ ബാക്കി എന്താ? വളരെ വലിയ ശബ്ദം കൂടാതെ പതുക്കെ ഉയർന്ന ശബ്ദത്തിലല്ലാതെ. അപ്പോൾ കുറേ ഉറക്കെ പറഞ്ഞ് കുറേ ശബ്ദം കൂട്ടി ഒച്ച ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഇവിടെ വേണം. ഇവിടെ ഇല്ലാത്ത ഒന്നും അള്ളാഹു കബൂൽ ചെയ്യൂല, അള്ളാഹ് സ്വീകരിക്കൂല. അപ്പോൾ ആമന റസൂലിൻ്റെ ഫളായിൽ നമ്മൾ പഠിച്ചു, പ്രത്യേകതകൾ പഠിച്ചപ്പം പഠിച്ചവനെ നമ്മളെ മനസ്സിൽ വന്നതെന്താ? കഴിഞ്ഞ 2 ക്ലാസ് കേട്ടപ്പോൾ നമ്മളെ മനസ്സിൽ വന്ന് പഠിച്ചവനെ ഇതിൻ്റെ ഒരു ഫضലും എനിക്ക് നഷ്ടപ്പെട്ടു പോയത് പഠിച്ചവനെ എന്നാണ് അല്ലേ. ഒരു ഫضലും നഷ്ടപ്പെട്ടു പോയത് അത് അതിൻ്റേതായ തനിമയോടുകൂടി അതിൻ്റേതായ ഒറിജിനൽ രൂപത്തിൽ അത് പാരായണം ചെയ്യാനും അത് പഠിച്ചവൻ കബൂൽ ചെയ്യാനും പഠിച്ചവൻ സ്വീകരിക്കാനും അതിൻ്റെ എല്ലാവിധ പ്രയോജനങ്ങൾ കിട്ടാനും ഒക്കെ നമ്മൾ ആഗ്രഹിച്ചു. അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു അല്ലേ, ഒക്കെ ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ആമന റസൂൽ ഓതുമ്പം അതിൻ്റെ അർത്ഥം മനസ്സിലേക്ക് വരാതെ ഇതിൻ്റെ ചില ഘടനകൾ കുറച്ചൊരു പ്രശ്നമുണ്ട്. പെട്ടെന്നാണ്ട് അർത്ഥം മനസ്സിലേക്ക് വരില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിന് അങ്ങനത്തെ ഒരു ഘടനയാണ് ഈ ആയത്തിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാവകാശം പറയാം. എഴുതേണ്ട ആൾക്കാർ എഴുതിക്കോളി, ഇപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട ആൾക്കാർ മനസ്സിലാക്കി വെക്കുക. ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇന്നെന്തേനി ആമന റസൂലു എന്ന് പറഞ്ഞിട്ട് പോരുത്. ആമന റസൂൽ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് മുതൽ നമ്മൾ ഓതുമ്പോൾ അതിൻ്റെ ആശയം നമ്മളെ മനസ്സിലേക്ക് വരണം. അതാണ് വേണ്ടത്. ഇപ്പോൾ ഏതൊരു ദിക്റാകട്ടെ കേട്ടോ, ശ്രദ്ധിക്കണേ, ഏതൊരു ദിക്റാവട്ടെ, ഏതൊരു ആയത്താവട്ടെ, ഏതൊരു പ്രാർത്ഥനയാകട്ടെ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വദുക്കുർ റബ്ബക ഫി നഫ്സിക എന്നുള്ള ആയത്ത് അവസാനിക്കണം എന്താ? എങ്ങനെ അറിയോ? എങ്ങനെ? വലാ തകും മിനൽ ഗാഫിലീൻ. വലാ തകുൻ, നീ ഒരിക്കലും ആകരുത്, മിനൽ ഗാഫിലീൻ, അശ്രദ്ധയോടുകൂടി ഇത് പറഞ്ഞ ഒരാളായി നീ മാറരുത്. ആണ് ആയത്തിൻ്റെ അവസാനം. ഖുർആനാണ്. വലാ തകും മിനൽ ഗാഫിലീൻ, ഒരിക്കലും ഇത് അശ്രദ്ധമായിട്ട് പറഞ്ഞ ഒരാളെ കൂട്ടത്തിൽ നീ പെടരുത്. മനസ്സിലായില്ലേ റഫീഖ് സാഹിബേ? ആൾക്കാർ ഇങ്ങനെ ആമീൻ പറയുന്നു, അർത്ഥറിയാതെ പറയുന്നു. ദീനെന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ടിങ്ങനെ അതിങ്ങനെ മുമ്പുള്ളവർ ചെയ്തത് നോക്കി ഇങ്ങനെ പോകേണ്ട ഒരു സംഗതി അല്ല. മനസ്സിലായില്ലേ? ദീനിൻ്റെ പാരമ്പര്യം എന്താണെന്ന് അറിയാം നിങ്ങൾ? ദീനിൻ്റെ പാരമ്പര്യം അള്ളാഹിൻ്റെ റസൂലും സഹാബത്തുമാണ്. അവരെങ്ങനെ ചെയ്തു അത് പ്രകാരം ചെയ്യലാണ്. അല്ലാതെ നമ്മളെ നേരെ വാപ്പാൻ്റെ വാപ്പ അതിൻ്റെ വാപ്പ ആ തലമുറ അല്ല. നമ്മളെ നാട്ടിൽ നിന്ന് ദീന് എന്ന് പറഞ്ഞാൽ എന്താ? ദീനും ദുനിയാവും നമ്മളെ വലിയ വ്യത്യാസം എന്താ നിങ്ങൾക്ക്? എന്താ? ദുനിയാവിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ അപ്ഡേറ്റാണ് അല്ലേ? ആണോ? ആണ്. അത് ഏത് പ്രായമുള്ളവനും ഏത് വിവരമില്ലാത്തവനും ഏത് സാധാരണക്കാരനും നിങ്ങൾ നേരത്തെ പറഞ്ഞ ആമീൻ പറഞ്ഞാൽ മാത്രം അറിയണവനൊക്കെ ദുനിയാവിൻ്റെ കാര്യത്തിലൊക്കെ പഠിച്ചെടുക്കണില്ലേ അല്ലേ? അതൊക്കെ അതിനനുസരിച്ച് ആൾക്കാർ ഉയരുന്നുണ്ട് അല്ലേ? ഓരോ ഇപ്പോൾ മൊബൈൽ വന്നു അത് വന്നു ഇത് വന്നു അതിൻ്റെയൊക്കെ എല്ലാ ആൾക്കാരും പഠിച്ചെടുക്കണ്ടേ എല്ലാം. ദുനിയാവിൻ്റെ കാര്യത്തിലൊക്കെ ഓക്കെയാണ്. പിന്നെ ഇപ്പോഴും നമ്മൾ ആവാത്തത് ഏതാ വിഷയം? ദീനിൻ്റെ കാര്യം, ആഖിറത്തിൻ്റെ കാര്യം. അതാണ് ദീനിൻ്റെ കാര്യം. അതിലാണ് നമ്മൾ ആവാത്തത്. അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആഖിറത്തിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോഴും പിന്നില്ല. എവിടെ? ആ പഴയ അവിടെ തന്നെ എപ്പോഴും നിൽക്കണം, അവിടെ നിന്ന് പോന്നിട്ടില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടില്ല. അത് നമ്മൾ പഠിക്കാനുള്ള ശ്രമമൊന്നും നടത്തിയിട്ടില്ല. എന്തെല്ലാം ടെക്നോളജികളുണ്ട്, എന്തെല്ലാം ആധുനികമായ സൗകര്യങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുന്നതിന് വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ഇതിന് താല്പര്യം, ഇതിന് സമയമൊന്നുമില്ല. ദീനിൻ്റെ കാര്യത്തിൽ അങ്ങനെ. അപ്പോൾ അത് പോരാ, മനസ്സിലായില്ലേ? നമ്മൾ ശ്രദ്ധിക്കണം. ആയത്തുൽ കുർസീൻ്റെ ഫളായില് പഠിച്ചു. അപ്പോൾ ആയത്തുൽ കുർസീൻ്റെ അർത്ഥം അറിയണ ഒരാളാവണം നമ്മൾ.
അവിടെയാണ് മാറ്റം. ആമന റസൂൽ നമ്മൾ പഠിച്ചു, ആമന റസൂലിൻ്റെ അർത്ഥം അറിയുന്ന ഒരാളായിട്ട് മാറണം. ഇപ്പം ഞാൻ സാധാരണ പറയല്ലേ, ഒരു പിന്നെ ഒരു 1000, 1500, 2000 ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പള്ളി, നമ്മളിവിടെ നടക്കാവ് പള്ളിയൊന്ന് കൂട്ടിക്കോളി. നിങ്ങൾ ജുമ കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നിങ്ങളിങ്ങനെ ഇറങ്ങി വരുന്ന ആൾക്കാരോട് സാധാരണ പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും പറയണില്ലേ അല്ലേ? അത് അറബിയല്ലേ? അല്ലാഹു അറബിയാണ്, സുബ്ഹാനഹു അറബിയാണ്, വ തആല അറബിയാണ്. അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞാണെന്ന് ചോദിച്ചു നോക്കി നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞാണെന്ന് ഈ 1500 ആൾക്കാർ പള്ളിക്കൽ ജുമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ എത്ര ആൾക്കാർ അതിൻ്റെ അർത്ഥം പറയും? ഏതിൻ്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു അവൻ എത്ര പരിശുദ്ധനാണ്, വ തആല അവൻ ഉന്നതനായിരിക്കുന്നു. അതാണ് ഇതിൻ്റെ അർത്ഥം. അത് ചെറിയൊരു കാര്യം, വലിയൊരു ആശയമാണ്, ഖുർആനിലുള്ളതാണത്. ഖുർആൻ്റെ ആയത്തിൻ്റെ ഒരു ഭാഗമാണത്. എത്ര മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലൻ്റെ അർത്ഥം അറിയും? അത് നിങ്ങൾ ഒരു ടെസ്റ്റ് നടത്തി നോക്കി, 1500 എത്ര ആൾ പറയുന്നുള്ളത്. അവിടെയാണ് നിങ്ങൾ ചോദിച്ചതിന് നേരത്തെ പറഞ്ഞ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ വ്യാപ്തി എത്ര വിശാലമായിട്ട് നമ്മളെ ഈ ഇതിൻ്റെ വ്യാപ്തി എത്ര മാത്രം ഉണ്ട് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഈ പറയുന്നതിൻ്റെ ആശയം എന്താണെന്ന് അറിയുന്ന ഒരു വ്യക്തിയായാൽ അള്ളാഹു അതാണ് കബൂൽ ചെയ്യുക. അതിനാണ് നമ്മൾ പഠിക്കണത്. ശരി, ആമന റസൂലു, റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. ആമന റസൂലിൻ്റെ അർത്ഥം അർ റസൂൽ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അർ റസൂൽ, റസൂൽ എന്ന് പറഞ്ഞാൽ അലിഫ്ലാം ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണം, അലിഫ്ലാം ഇല്ലെങ്കിൽ റസൂൽ എന്ന് പറഞ്ഞാൽ എല്ലാ റസൂലുമാരും പെടും. മനസ്സിലായില്ലേ? ഇവിടെ അർ റസൂൽ ആരാണ്? മുഹമ്മദ് നബിയാണ് അർ റസൂൽ. ആ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാ മുർസലീങ്ങളും വിശ്വാസമുള്ള ആൾക്കാരനെ കേട്ടാ, എല്ലാവരും വിശ്വസിച്ചോലെ തന്നെയാണ്. അതിന് വരാൻ പോകുന്നുണ്ട്, വേറെ താഴെ വരാൻ പോകുന്നുണ്ട്. ഇവിടെ പറഞ്ഞ അർ റസൂൽ ആരാ? മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വസിച്ചിരിക്കുന്നു. എന്താണ് അങ്ങനെ പറഞ്ഞു തുടങ്ങാനുള്ള കാരണം എന്നൊക്കെ നമ്മൾ പഠിക്കണം. എന്തിൽ വിശ്വസിച്ചിരിക്കുന്നു? ബിമാ, യാതൊന്നുകൊണ്ട്. ബിമാ എന്ന് പറഞ്ഞാൽ യാതൊന്നുകൊണ്ട്. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്, മാ എന്ന് പറഞ്ഞാൽ യാതൊന്ന്. ആ മാ മൗസൂലൻ്റെ മാണ്. മാ 3 തരമുണ്ട്, നഫിയുണ്ട്, ഇസ്തിഫാമുണ്ട്, മൗസൂലുണ്ട്. ഇവിടെ മൗസൂലൻ്റെ മാണ്. ബിമാ യാതൊന്നുകൊണ്ട്. എന്താണ് ആ യാതൊന്ന്? ഉൻസില ഇറക്കപ്പെട്ടു. എന്താണ്? ഇറക്കപ്പെട്ടു. അപ്പം മാ ഉൻസില എന്ന് പറഞ്ഞാൽ ഇറക്കപ്പെട്ട യാതൊന്ന്. ഇലൈഹി അദ്ദേഹത്തിലേക്ക്. ഇലൈഹി എന്ന് പറഞ്ഞാൽ അതെ. അപ്പം അദ്ദേഹത്തിലേക്ക് ഇറക്കപ്പെട്ട യാതൊന്നിൽ ആ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. ആരിൽ നിന്ന് ഇറക്കപ്പെട്ടു? മിർ റബ്ബിഹി, അദ്ദേഹത്തിൻ്റെ റബ്ബിൽ നിന്ന്. മിർ റബ്ബിഹി, മിൻ എന്ന ഇൽ നിന്ന്. റബ്ബ് പറഞ്ഞാൽ നാഥൻ, രക്ഷിതാവ്. ഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റബ്ബിൽ നിന്ന് അദ്ദേഹത്തിലേക്ക് ഇറക്കപ്പെട്ട യാതൊന്നിൽ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. ആദ്യം അർത്ഥം മനസ്സിലാക്കി, എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കി പറയാം. അർത്ഥം മനസ്സിലാവണം. എന്താ അർത്ഥം? ആമന റസൂലു, ആ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിമാ, യാതൊന്നുകൊണ്ട്. ഉൻസില ഇലൈഹി, അദ്ദേഹത്തിലേക്ക് ഇറക്കപ്പെട്ട യാതൊന്നുകൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. മിർ റബ്ബിഹി, അദ്ദേഹത്തിൻ്റെ റബ്ബിൽ നിന്ന്. വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. അർത്ഥം മനസ്സിലായില്ലേ? ഇനി അർത്ഥം അറിയാതെ പോകരുത്. ഇന്ന് മുതൽ ആമന റസൂൽ ഓതുമ്പോൾ ഈ അർത്ഥം മനസ്സിൽ വേണം. ആമന റസൂൽ, റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, തൻ്റെ റബ്ബിൽ നിന്ന് തനിക്ക് ഇറക്കപ്പെട്ടതിൽ. വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളും. അതിനാണ് വാവ് വന്നത്. വൽ മുഅ്മിനൂൻ, എല്ലാ മുഅ്മിനീങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ ആമന റസൂലിൻ്റെ ഒന്നാമത്തെ ഫളായിൽ ഇവിടെ ഒരു ചോദ്യമുണ്ട്.
ഖുർആനിനോടുള്ള ബാധ്യത 10 ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നാണ്. ഞാനങ്ങനെ പറഞ്ഞിരുന്നോ? അതിന് ഇൻഷാ അല്ലാഹ് എന്താ പറയുക, നമ്മളിപ്പോൾ ഇതെല്ലാം കൂടി ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ ഖുത്ബ അല്ല ഇവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, നമ്മളെ വെള്ളിയാഴ്ചത്തെ ഖുത്ബകൾ ഇന്നലത്തെ ഖുത്ബ മുതൽ ഒന്നാണ്ട് കേട്ടാൽ സീരിയലായിട്ട് വരും കേട്ടോ. അത് കേൾക്കുക. അതിൽ നമ്മൾ ഖുർആനോടുള്ള ബാധ്യതകൾ പറയും. ഇപ്പോഴത്തെ ഈ മൗലൂദും മാലിയും കിതാബും ഖുർആൻ പാരായണം മൗലൂദ് പാരായണം എല്ലാം കൂടി നമ്മളെ വ്യത്യാസം, മൗലൂദ് പാരായണത്തും ഖുർആനും തമ്മിലുള്ള താരതമ്യം എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ആ ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കേൾക്കുക ഇൻഷാ അല്ലാഹ് കേട്ടോ. യാസീൻ്റെ ക്ലാസ്സുകളിൽ അത് പറഞ്ഞു വരുന്നുണ്ട്. 4 പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വേണമെങ്കിൽ അണ്ണാനഗറിലെ ക്ലാസ്സിൽ ഉള്ള അതിൻ്റെ രാവിലത്തെ അത് കേട്ടാലും മതി. അതും ഗ്രൂപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ അതിലും 4 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ എല്ലാ ക്ലാസ്സിലും ഇത് ഒന്ന് തന്നെ പറയണ്ടല്ലോ. പഠിതാക്കളൊക്കെ എല്ലാവരും ഏകദേശം ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് അതൊരു ബോറാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി ഇവിടെ അത് പറഞ്ഞിട്ട് ഇതാവണ്ട. അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇൻഷാ അല്ലാഹ് അത് അവിടെ കേട്ടിട്ട് നോട്ട് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ശരി, അപ്പോൾ ഒന്നുകൂടി അർത്ഥം പറയും. ആമന റസൂൽ വിശ്വസിച്ചിരിക്കുന്നു, ബിമാ ഉൻസില ഇലൈഹി അദ്ദേഹത്തിലേക്ക് ഇറക്കപ്പെട്ട യാതൊന്ന്, മിൻ റബ്ബിഹി അദ്ദേഹത്തിൻ്റെ റബ്ബിൽ നിന്ന്, വൽ മുഅ്മിനൂൻ. അപ്പോൾ ഒന്നാമത്തെ കാര്യത ഒന്ന് പറയും, ശ്രദ്ധിക്കാം. ആദ്യം ഈ ഖുർആൻ ഇറങ്ങണതായിരിക്കാം റസൂലിന്. അപ്പോൾ ഇതിൽ ആദ്യം വിശ്വസിക്കേണ്ട ആളാരാണ്? റസൂൽ. അപ്പോൾ റസൂലല്ലാത്ത വേറെ ഏതൊരാളും ഒരു കാര്യം ഏത് വലിയ പണ്ഡിതനാണെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അയാളത് ഉൾക്കൊണ്ടിട്ടുണ്ടോ, അയാളത് വിശ്വസിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്കൊരു ഉറപ്പും പറയാൻ കഴിയില്ല. മനസ്സിലാകേണ്ട പറഞ്ഞത്? നമുക്ക് വലിയ 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 തത്വങ്ങളൊക്കെ പറയാം, വലിയ ആശയങ്ങളൊക്കെ പറയാം. പക്ഷേ അതാദ്യം എന്ത് ചെയ്യണം? അതാരാണോ പറയുന്നത് ആ വ്യക്തി അത് നടപ്പിൽ വരുത്തണം. ഇല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകും. ഇത് ഖുർആനിൻ്റെ ആധികാരികത കൂടിയാണ്. ഇപ്പം കമ്മ്യൂണിസം ചൈനയിൽ പൊളിഞ്ഞുപോയി. ദ ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം ഉണ്ടാക്കി, മൂലധനം. കാരൽ മാർക്സ് ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥം നടപ്പിൽ വരുത്താൻ കഴിഞ്ഞില്ല. എന്താക്കാൻ കഴിഞ്ഞില്ല? വലിയ വലിയ ആശയങ്ങൾ പറയാൻ എളുപ്പമാണ്, എഴുതാൻ എളുപ്പമാണ്. പക്ഷെ അത് പ്രയോഗത്തിൽ ആദ്യം പറഞ്ഞ വ്യക്തി, എഴുതിയ വ്യക്തി തന്നെ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് പോലും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അപ്പം അങ്ങനെയുള്ള സംഗതികളൊക്കെ പൊളിഞ്ഞതായിട്ടാണ് ചരിത്രം. ഖുർആൻ ഒരിക്കലും പൊളിയില്ല. ഇവിടെ ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി എന്ന് പറഞ്ഞാൽ ആ ഇറങ്ങിയ സാധനം ഏതാ? ഖുർആനാണ്. അപ്പോൾ അത് ആർക്കാണ് ആദ്യം ഇറങ്ങിയത്? റസൂലിനാണ് ഇറങ്ങണത്, അല്ലേ? റസൂലാണ്. അപ്പം ആ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ആരാ പറയണത്? അല്ലാഹ്. പിന്നെ തീർന്നില്ലേ, അല്ലേ? നമ്മളൊക്കെ ഈമാനിൻ്റെ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും സംശയം ഉണ്ടല്ലോ, ഇല്ലേ? നമുക്കെല്ലാവർക്കും സംശയമുണ്ട് നമ്മളെ ഈമാൻ്റെ കാര്യത്തിൽ. ഇവിടെ റസൂലിൻ്റെ ഈമാൻ്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അള്ളാഹ് സർട്ടിഫൈ ചെയ്തു, ആമന റസൂൽ. സുബ്ഹാനല്ലാഹ്. നമ്മളിത് പഠിക്കേണ്ട വിഷയം, നിസ്സാരാക്കി കളയേണ്ടതല്ല. റസൂലിൻ്റെ ഈമാൻ അള്ളാഹു തആല അംഗീകരിച്ചു കഴിഞ്ഞു, വിശ്വസിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞു കഴിഞ്ഞു, സംശയം വേണ്ട. അപ്പം അങ്ങനെ അള്ളാഹു തആല ഉറപ്പ് തന്ന ഒരാളെ നമുക്ക് ഫോളോ ചെയ്തൂടെ? പിൻപറ്റിക്കൂടെ? ആ മാതൃക അംഗീകരിച്ച് ജീവിച്ചൂടെ? അപ്പോൾ റസൂൽ വിശ്വസിച്ചിട്ടുണ്ട് ഖുർആനിൽ. പിന്നെ ആരും വിശ്വസിക്കും? മുഅ്മിനീങ്ങളൊക്കെ വിശ്വസിക്കും. അപ്പോൾ വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വസിക്കണമെങ്കിൽ എന്തു വേണം? അതുപോരാ. അല്ല, അത് ഈമാൻ എന്നുള്ളത് അതിൻ്റെ അറബിയാണ്. ഈമാൻ ഉണ്ടാകണമെങ്കിൽ, വിശ്വസിക്കണമെങ്കിൽ എന്തു വേണം? ബോധ്യപ്പെടണം. എന്താണ്? അറിഞ്ഞാൽ മാത്രം പോരാ. അറിവുള്ള എത്ര ആൾക്കാരുണ്ട്, എത്ര ആലിമീങ്ങളുണ്ട്, പക്ഷേ ബോധ്യപ്പെട്ടിട്ടില്ല.
ബോധ്യപ്പെടണം. ബോധ്യപ്പെടുമ്പോഴാണ് എന്തുണ്ടാവുക? ഈമാൻ ഉണ്ടാവുക. അപ്പോൾ അടുത്ത ചോദ്യം, ഇതൊരു കാര്യം ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? തിരിച്ചറിവുണ്ടാവണം, അല്ലേ? അറിവുണ്ടാവണം. ആ അറിവ് ഇൽമ് ഉണ്ടാകണം, ശരിക്കും നല്ലോണം അറിയണം. അപ്പോൾ അത് പഠിക്കണം. പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ബോധ്യപ്പെടാം. അല്ലേ? സാധാരണ ഇപ്പോൾ നമ്മൾ പറയാണ് ആ രോഗത്തിന് ആ ഡോക്ടർ കുഴപ്പമില്ല, നല്ല ഉഷാറാണ്, ഉഷാറാണ്, എനിക്ക് പൊയ്ക്കോ എന്ന് നമ്മൾ പറയണമെങ്കിൽ എന്ത് വേണം? ഞാനത് പറയണമെങ്കിൽ എന്ത് വേണം? എനിക്ക് അനുഭവം വേണം, ബോധ്യപ്പെടണം, അല്ലേ? ഈ ഖുർആനിൻ്റെ കാര്യത്തിൻ്റെ ചോദ്യം അതാണ്. ഖുർആനിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടോ എന്നുള്ളതാണ്. എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ മുഅ്മിനായിരിക്കും. ഈ വൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞതിൽ നമ്മൾ ഉൾപ്പെടണ്ടേ? റസൂലിൻ്റെത് ഉറപ്പിച്ചു, ഇനി വൽ മുഅ്മിനൂൻ്റെത് ഉറപ്പിക്കുകയാണ്. ആ വൽ മുഅ്മിനൂനിൽ നമ്മൾ പെടണ്ടേ? പെടണമെങ്കിൽ എന്ത് വേണം? നമുക്കത് ബോധ്യപ്പെടണം. അപ്പം ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഇത് ബോധ്യപ്പെട്ടത് ആർക്കാ? റസൂലിനെ. അപ്പം അവിടെ ചില തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ആ ബോധ്യമുണ്ടായത് എന്ന് നമ്മൾ അറിയണം. മനസ്സിലാവുണ്ടോ? ആ ബോധ്യം റസൂലുള്ളാഹിക്ക് ഉണ്ടായത് എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഖുർആൻ ഇറങ്ങുന്ന സമയത്തുള്ള റസൂലിൻ്റെ ഇസ്തിമാ, എന്ത്? ശ്രദ്ധിച്ച് കേൾക്കുക. വേറെ ഒരു പരിസരത്ത് എന്ത് നടന്നാലും റസൂൽ അറിയില്ല, അത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. റസൂലിനെ നെറ്റ് വിയർക്കും. റസൂല് ഏകനായിട്ട് അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരിക്കും. ആ റസൂലിൻ്റെ ആ ഇരുത്തം കണ്ടാൽ സ്വഹാബത്തിനറിയാം റസൂൽ ഖുർആൻ പഠിക്കുകയാണെന്ന്. ഉസ്താദാരാ? ഖുർആൻ ഇറങ്ങുകയാണ്, ഖുർആൻ റസൂൽ പഠിക്കുക എന്നുള്ളത്. ഇനി ആയിക്കോട്ടെ, നമ്മളേതായാലും ജിബിരിലിനെ കാണില്ല. ഇനി നമ്മളെവിടെ നിൽക്കേണ്ടത്? ഇത് റസൂലുള്ള പഠിപ്പിച്ചപ്പം റസൂലുള്ളാഹിൻ്റെ ഖുർആൻ ക്ലാസ്സിൽ ഇരുന്ന ആൾക്കാർ എങ്ങനെ ഇരുന്ന്? അവരെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നാൽ ആ പക്ഷി പറന്നു പോകൂല, ആ പക്ഷി ഇളകൂല. എങ്ങനെയൊക്കെ അങ്ങനെ ഇരിക്കുക. അപ്പം എങ്ങനെയായിരിക്കും ആ ഇരുത്തം? നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കത്? ആ ഇരുത്തം എങ്ങനെയൊക്കാരം? അത് മാത്രം ശ്രദ്ധിച്ച് പൂർണ്ണമായും ഇങ്ങോട്ട് സ്വീകരിച്ച് ഒരു ഹർഫ് പോലും വിടാതെ അത് അങ്ങനെ തന്നെ അത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആദ്യം അവരതന്നെ അമലാക്കും. നമ്മൾ ഇരുത്തൊരു കണക്കാണ്, നമ്മളെ ശ്രദ്ധ ഒരു കണക്കാണ്, അമലാക്കലും ഒരു കണക്കാണ്, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എവിടെയൊക്കെയോ ഇനി നമ്മൾ എന്തായിരുന്നാലും അവരെ പോലെ ആകാൻ നമുക്ക് പറ്റുമോ? കാരണം അവർ ഖൈറുന്നാസാണ്, അല്ലേ? അപ്പം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? 2025 ജീവിച്ച് ഇങ്ങനെ മരിച്ചു പോകുന്ന ആൾക്കാർക്ക് വേറൊരു സ്വർഗമൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ. ഓർക്കും നമുക്കൊക്കെ ഒന്ന് തന്നെയല്ലേ. അപ്പം എന്ത് വേണം? പരമാവധി നമ്മൾ ശ്രമിക്കണം. എങ്ങനെയാണ്? അഊദു ബിശർരി മാ സനഅതു അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി അന അബ്ദുക വ അന അലാ അഹദിക വ വഅദിക മസ്തതഅത്. കണ്ടാ? പടച്ചോനെ, നീ എൻ്റെ സൃഷ്ടാവാണ്, ഞാൻ നിൻ്റെ അടിമയാണ്, എൻ്റെ ന്യൂനതയും കുറവൊക്കെ നിനക്കറിയും, എന്നെക്കൊണ്ടാകും വിധം. കണ്ടാ? മസ്തതഅത് വ അന അലാ അഹദിക വ വഅദിക. ഈ അഹദും വായതും എന്താ? വ അന അലാ അഹദിക വ വഅദിക. അഹദും വായതും ഖുർആനാണ്. അഹദും വായതും എന്താ? ഈ അഹദും വായതൊക്കെ ഇവിടെ ഉള്ളത് ഖുർആനിലാണ്. മസ്തതഅത്, എന്നെക്കൊണ്ടാകുന്ന വിധം പടച്ചോനെ. അതല്ലേ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ആമൻ റസൂൽ അവസാനം വരുന്നത് അങ്ങട്ടാ, ഇസ്തിഗ്ഫാറിലേക്കാണ്. അപ്പം വൽ മുഅ്മിനൂൻ ആര് പഠനം? നമ്മൾ പഠനം. അപ്പം ഇനി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പഠിക്കണം, മനസ്സിലാക്കണം, ബോധ്യപ്പെടണം കേട്ടോ. എന്താണ്? ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. നമുക്ക് എത്ര ഇതിൽ നിന്ന്
ബോധ്യപ്പെട്ടു എന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് ആ പഠിക്കുന്നതിൻ്റെ ആഴത്തിനനുസരിച്ച് ബോധ്യപ്പെടൽ കൂടും, അങ്ങനെ ഉണ്ടാവുക. ശരി. കുല്ലുൻ എല്ലാവരും, ഈ പറഞ്ഞ റസൂലും സകല സത്യവിശ്വാസികളും ആമന ബില്ലാഹി അള്ളാഹിൽ വിശ്വസിച്ചു, വ മലായികത്തിഹി മലക്കുകളിൽ വിശ്വസിച്ചു, വ കുത്തുബിഹി അവൻ്റെ കിതാബുകളിൽ വിശ്വസിച്ചു, വ റുസുലിഹി അവൻ്റെ റസൂൽമാരിൽ വിശ്വസിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഈമാൻ കാര്യങ്ങളാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, വേദഗ്രന്ഥത്തിലുള്ള വിശ്വാസം, മുർസലീങ്ങളിലുള്ള വിശ്വാസം. 4 എണ്ണം പറഞ്ഞിവിടെ. എങ്ങനെയാണ്? എന്താണ് ഈ ആമന? കുല്ലുന്നാമന. കുല്ലുന്നാമന എന്താ? ആമന ബിൽ അള്ളാഹുവിലുള്ള വിശ്വാസം എവിടുന്നാ കിട്ടേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ആദ്യം അള്ള എന്താ പറഞ്ഞത്? ഇവിടെ ശരിക്ക് പറയേണ്ടത് എന്തായിരുന്നു? അള്ളാഹ് ആമന റസൂലു ബില്ലാഹി അല്ലേ? എങ്ങനെ? നിങ്ങൾ ഇവിടെ ചിന്തിക്കണം കേട്ടോ. ആമന റസൂലു ബില്ലാഹി വ മലായിക്കത്തി വ കുത്തുബി വ റുസുലിഹി എന്നല്ല പറയേണ്ടത്. പക്ഷെ ആദ്യം എന്താ പറഞ്ഞത്? ആമന റസൂൽ ബിൽ ഖുർആൻ എന്നാ പറഞ്ഞത്. ആമന റസൂലു ബിൽ ഖുർആനി വൽ മുഅ്മിനൂൻ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ്റെ തഫ്സീർ എന്താ? അറബി തഫ്സീർ വായിച്ചാൽ കിട്ടും. അറബി തഫ്സീറിൽ കൊടുക്കുന്നത് ആമന റസൂൽ ബിൽ ഖുർആൻ വൽ മുഅ്മിനൂൻ ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബിഹി എന്ന് പറഞ്ഞാൽ ബിൽ ഖുർആനാണ്. എന്നിട്ടാണ് എന്ത് പറഞ്ഞത്? ബില്ലാഹി വ മലായികത്തിഹി വ കുത്തുബിഹി. അപ്പം ഇതൊക്കെ എവിടെ? അപ്പം അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെ? അള്ളാഹുവിൻ്റെ അസ്മാകൾ എന്താണ്? സിഫാത്തുകൾ എന്താണ്? അഫ്ആലുകൾ എന്താണ്? ഇതൊക്കെ എവിടുന്ന് പഠിക്കണം? ഖുർആനിൽ പഠിക്കണം. പിന്നെ മലായിക്കത്ത് പ്രകാശം കൊണ്ട് സൃഷ്ടിച്ച സൃഷ്ടികളാണ് മലക്കുകളെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈമാനാവോ? ബോധ്യപ്പെടണം. എങ്ങനെ ബോധ്യപ്പെടുക? ഇപ്പം ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. അപ്പം ഞാൻ പെട്ടെന്ന് ഓർമ്മിക്കാൻ പറയാം. മൂലക്കല ക്ലാസ്സിലും പറഞ്ഞു, രാത്രി ഒളുവുണ്ടാക്കി നമ്മൾ കിടന്നുറങ്ങിയാൽ നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. അപ്പം രാത്രി ഒളുവുണ്ടാക്കി കിടക്കൽ മലക്കുകളിലുള്ള വിശ്വാസമാണ്. മനസ്സിലായ? വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു മുഅ്മിനീങ്ങളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാതെ ജിബിരിൽ എന്ന മലക്ക് വഹി കൊണ്ടുവരുന്ന മലക്കാണ്. പിന്നെ നമ്മളെ മദ്രസ അസ്റായിൽ മരിപ്പിക്കണ മലക്കാണ്. അങ്ങനെ മലക്കില്ല, മലക്കുൽ മൗത്താണ്. ഇസ്രാഫീലുണ്ട്, കാഹളത്തിൽ ഊതുന്ന മലക്ക്. ഇങ്ങനെയൊക്കെ മലക്കുകളെ പേരും ഡ്യൂട്ടിയും പഠിച്ചാൽ മലക്കുകളിലുള്ള വിശ്വാസമായോ? ഇല്ല. അത് പൂർണ്ണമാകണമെങ്കിൽ എന്ത് വേണം? മലായിക്കത്തുകളെക്കുറിച്ച് അള്ളാഹു എന്തൊക്കെ പറഞ്ഞോ, വൽ മലായികതു ബഅദ ദാലിക ലഹീർ, അത് മലക്കുകളുടെ വിശ്വാസമാണ്. മലക്കുകൾ നമുക്ക് സഹായികളാണ്. മലക്കുകൾ നമുക്ക് സഹായികളാണ്. സഹായം ചോദിക്കേണ്ടത് മലക്കിനോടല്ല, സഹായം ചോദിക്കേണ്ടത് ആരോടാ? അള്ളാഹിനോട്. അപ്പം അള്ളാഹു ആര് മുഖേന നമ്മളെ സഹായിക്കും? മലക്കുകൾ മുഖേന സഹായിക്കും. അപ്പം മലക്കുകൾ സഹായിക്കും എന്നത് മലക്കുകളിലുള്ള ഈമാനിൻ്റെ ഭാഗമാണ്. മനസ്സിലായ? മലക്കുകൾ സഹായിക്കും എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എന്താ ചെയ്യാറിയ? ആ ഭാഗമാണ് ക്ലിപ്പ് കട്ട് ചെയ്യും. എന്നിട്ട് പറയും, കണ്ടിയിലെ വിസ്ഡം മൗലവി പറയാണ് മലക്കിനോട് സഹായം ചോദിക്കാമെന്ന്. എങ്ങനെയുണ്ട്? മലക്കുകൾ സഹായിക്കും എന്ന് പറഞ്ഞാൽ ആ ഭാഗം കട്ട് ചെയ്തിട്ട് പ്രചരിപ്പിക്കണം. എന്ത്? കണ്ടില്ലേ, മലക്കുകളോട് സഹായം ചോദിക്കാന്നാ പറഞ്ഞേ? ആണോ? അല്ല, മലക്കുകൾ സഹായിക്കും എന്ന് ഖുർആനിലില്ലേ? സഹായം ചോദിക്കേണ്ടത് ആരാ? ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം. എന്താ ഇസ്തിഗാസ? പ്രാർത്ഥനയാണ്. ഇസ്തിഗാസ എന്താണ്? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, ഉത്തരം തന്നു. നിങ്ങൾ പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉത്തരം തന്നു. എങ്ങനെ?
അന്നേ മുബിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, ആയിരക്കണക്കിന് മലക്കുകളെ അയച്ചുകൊണ്ട് നിങ്ങളെ സഹായിച്ചു. ഇതാരാ പറഞ്ഞത്? അള്ള പറയാണ്. എവിടെ? ഖുർആനിൽ അള്ള പറയാണ്. ഇത് വിശ്വസിക്കാത്തവൻ്റെ വിശ്വാസം പൂർണ്ണമാകുമോ? ഓൻ ആമന റസൂൽ ഓതിയിട്ട് കാര്യമുണ്ടോ? ഇല്ല.